വെൽക്കം ടു ആഗം എജു ടോക്സ്. ഇന്ന് നമ്മൾ PSCയിൽ നിരവധി തവണ ചോദിച്ചു കണ്ടുവരുന്ന ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള 80ഓളം ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികൾ 22. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. പ്രധാന ശുചീകരണാവയവം വൃക്ക. മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ചു നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 to 6 ലിറ്റർ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് 60 to 65%. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷബീജങ്ങൾ. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ഏകദേശം 7.4. നോർമൽ റേഞ്ച് 7.35 to 7.45. കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ്. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയൗഗികം ടൈലിൻ. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരം പെരിക്കാർഡിയം. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിന്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. വിവിധ രക്തഗ്രൂപ്പുകൾ A, B, AB, O. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. മനുഷ്യ രക്തത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിന്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന രക്തത്തിന്റെ അളവ് 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോൺ. മാംസ്യത്തിന്റെ വിഘടന പ്രക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് യൂറോക്രോൺ. മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? ഏകദേശം 660. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിതംബ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരാളിന്റെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് 1 to 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സം ഉണ്ടാകുമ്പോൾ. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം
600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിന്റെ ശരാശരി നീളം 25 സെന്റിമീറ്റർ. കണ്ണിന്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. മരിച്ച ഒരു പുരുഷന്റെ ഏറ്റവും താമസിച്ചഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ചഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ആരോഗ്യവാനായ ഒരാളുടെ ബ്ലഡ് പ്രഷർ 120/80 മില്ലിമീറ്റർ മെർക്കുറി. ആരോഗ്യവാനായ ഒരാളുടെ കരളിന്റെ തൂക്കം 1200 to 1500 ഗ്രാം. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അതേതാണ്? വിറ്റാമിൻ ഡി. കരളിന്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷി ഏകദേശം 1 ലിറ്റർ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ? പല്ലിന്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിന്റെ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിന്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര്? ടെസ്റ്റോസ്റ്റൈറോൺ ഹോർമോൺ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം? ആമാശയം. മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. രക്തത്തിലെ ദ്രാവകം പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിന്റെ അളവ് 500 മില്ലിലിറ്റർ. ഇത് ടൈഡൽ എയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ എല്ലാവർക്കും ആന്തരിക അവയവങ്ങളുടെ ഒരു പൂർണ്ണ രൂപം കിട്ടിയില്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.